ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഫിലോ കിച്ചൻ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു മലബാറിയൻ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അതൊരു സ്വീറ്റ് റെസിപ്പിയാണ്. പാൽ പൊരിച്ചതെന്നാണ് ഇതിൻ്റെ പേര്. ഞങ്ങളിതിവിടെ ഉണ്ടാക്കലൊന്നുമില്ല, പക്ഷേ ഞാനിത് പറഞ്ഞു കേട്ടതിൻ്റെ പേരിൽ ഉണ്ടാക്കി നോക്കിയതാണ്. എനിക്ക് മധുരം ഇഷ്ടമുള്ളതുകൊണ്ട് എനിക്ക് റെസിപ്പി നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രം മതി. ഒരു 3-4 ഇൻഗ്രീഡിയൻസ് കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ സിമ്പിളാണ്, ഉണ്ടാക്കാനും സിമ്പിളാണ്. പിന്നെ മധുരം ഇഷ്ടപ്പെട്ടവരെ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടമാവും. നമ്മളിത് കഴിക്കുന്നത് അറിയുകയില്ല, നല്ല സോഫ്റ്റാണ്, വായിൽ അലിഞ്ഞു പോകുന്ന ഒരു തരം റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് പോകാം. അത് നമുക്കിതിലേക്ക് വേണ്ടത് 1 കപ്പ് പാലാണ്. അപ്പോൾ നമുക്കൊരു പാനിലേക്ക് 1 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ളത് ഒരു 1/4 കപ്പ് കോൺഫ്ലോർ ആണ്. ഇത് 1 കപ്പിന് 1/4 കപ്പ് എന്നുള്ള റേഷ്യോയിലാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. നിങ്ങൾ 2 കപ്പ് പാലെടുക്കുകയാണെങ്കിൽ 1/2 കപ്പ് കോൺഫ്ലോർ എടുക്കുക. പഞ്ചസാരയുടെ അളവും അതുപോലെ തന്നെയാണ്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാരയും കോൺഫ്ലോറും ഒരേ അളവിലെടുക്കുക. അപ്പോൾ നമ്മൾ 2 കപ്പിനാണെങ്കിൽ 1/2 കപ്പ് പഞ്ചസാരയും 1/2 കപ്പ് കോൺഫ്ലോറും എടുക്കാം. പാലിൻ്റെ പകുതിയാക്കിയിട്ട് കോൺഫ്ലോറും പഞ്ചസാരയും അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ ഫ്ലെയിമിലോട്ട് വെച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമുക്ക് ചൂടാക്കിയിട്ട് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് കട്ട പിടിച്ച് പോകും. അപ്പോൾ നമ്മൾ ആദ്യം ഇതൊക്കെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വേണം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാൻ. അപ്പോൾ ഞാനത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കോൺഫ്ലവറൊക്കെ നന്നായിട്ട് കട്ട ഉടഞ്ഞ് ഇതിലേക്ക് ചേർന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലെയിമിലോട്ട് വെച്ച് കൊടുക്കാം. ഇനി നമുക്കിത് ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലതുപോലെ കൈവിടാതെ ഇങ്ങനെ ഇളക്കി കൊടുക്കാം. ഇത് കുറച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കട്ട പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യാം കേട്ടോ. ഇത് കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കിത് ഇളക്കി കൊടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്യാം കേട്ടോ. കട്ട പിടിക്കാതെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മധുരം ആവശ്യമുണ്ടെങ്കിൽ മധുരം ചേർക്കാം കേട്ടോ. ഞങ്ങൾക്കൊരു മീഡിയം മധുരം മതി, അതാണ് ഞാൻ 1/4 കപ്പ് ചേർത്തത്. നിങ്ങൾക്ക് നല്ല മധുരം വേണമെങ്കിൽ കുറച്ചുകൂടിയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം പഞ്ചസാര. നിങ്ങൾക്ക് ഈ സമയത്ത് ഫ്ലേവറിൽ വേണമെങ്കിൽ ഏതെങ്കിലും എസൻസ് ഒക്കെ യൂസ് ചെയ്യാം. ഞാനിവിടെ വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വാനില എസൻസ് മാത്രമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പാൽ പൊരിച്ചതെന്ന് പറയുമ്പോൾ വാനില എസൻസ് ചേർക്കുന്നത് മാത്രമാണ് കുറച്ചൊക്കെ ഒരു ബെറ്റർ. ബാക്കിയൊക്കെ ആകുമ്പോൾ ടേസ്റ്റ് മാറും. കുഴപ്പമില്ല, നമ്മുടെ ചോയ്സാണ്. നമുക്കൊരു സാധനം തന്നെ നമുക്ക് ഏത് രീതിയിൽ ഉണ്ടാക്കിയെടുക്കാമല്ലോ. അപ്പോൾ നമുക്ക് കുറച്ച് വാനില എസൻസ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ഒരു ടീസ്പൂൺ വാനില എസൻസ് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഇതാണ് കേട്ടോ ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. അപ്പോൾ ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് പെട്ടെന്ന് ഒരു ബൗളിലേക്ക് മാറ്റാം. ഇത് സെറ്റ് ചെയ്യാനാണ് കേട്ടോ. തണുത്ത് കഴിഞ്ഞാൽ ഇത് സെറ്റാകും. അപ്പോൾ നമുക്ക് പീസായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പാകത്തിനുള്ള ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇങ്ങനെ ഒരു ട്രേയിലേക്കാണ് ഇത് മാറ്റി കൊടുക്കുന്നത്. ഇത് നമുക്ക് അടച്ച് വെച്ചിട്ട് ഫ്രീസറിൽ ഫ്രിഡ്ജിൽ 2 മണിക്കൂർ സെറ്റ് ചെയ്യാൻ വെക്കണം. എന്നിട്ടാണ് നമ്മളിത് പൊരിച്ചെടുക്കുന്നത്. അപ്പോൾ ഒരു മീഡിയം തിക്നെസ്സിൽ ഞാനിങ്ങനെ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് ഒന്ന് ലെവൽ ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിത് അടച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് 2 മണിക്കൂർ സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഞാനിവിടെ അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ചൂടാറിയതിന് മാത്രമേ ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. ചൂടാറിയതിന് ശേഷം മാത്രം ഫ്രിഡ്ജിൽ വെക്കുക. ഞാനിവിടെ കുറച്ച് പാലെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മൈദയും 1.5 ടീസ്പൂൺ പഞ്ചസാരയും ചേർത്തിട്ടുണ്ട്. നമ്മളിനി ഈ മിക്സിലേക്കാണ് നമ്മൾ കട്ട് ചെയ്ത് വെച്ച പീസസ് ചേർത്തിട്ട് കോട്ട് ചെയ്തെടുക്കുന്നത്. ശേഷം അത് നമ്മളതിൽ ബ്രെഡ് ക്രംസിൽ മുക്കിയിട്ട് നമ്മൾ ഓയിൽ ചൂടാകുമ്പോൾ പാനിലിട്ട് നമുക്കൊരു പൊരിച്ചെടുക്കാം കേട്ടോ. ഞാനിതിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്.
അതുപോലെ നമ്മുടെ മിക്സും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി മിക്സിയിൽ മുക്കിയിട്ട് നമുക്ക് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തിട്ട് നമുക്ക് ഓയിലിലേക്ക് ഇട്ടിട്ട് ഒന്ന് പൊരിച്ചെടുക്കാം. അത് നമുക്കൊന്നൊരു പീസ് എടുക്കാം. ശേഷം നമുക്ക് മൈദയുടെ മിക്സിയിലിട്ടിട്ട് ഇതൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ശേഷം നമുക്കിതെടുത്തിട്ട് ബ്രെഡ് ക്രംസിൽ വെച്ചിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം. നമുക്ക് എല്ലാതും ഇതുപോലെ ചെയ്തിട്ട് ഓയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഓയിൽ ഇവിടെ ചൂടായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഓരോ പീസായിട്ട് ഇട്ട് കൊടുക്കാം. ബ്രെഡ് ക്രംസ് ആയതുകൊണ്ട് നമ്മൾ ഫ്ലെയിം കുറച്ച് വെക്കണം, പെട്ടെന്ന് കരിഞ്ഞു പോകും. അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലിട്ട് മാത്രം വേവിക്കുക കേട്ടോ. ഫുൾ ഫ്ലെയിമിലും മീഡിയം ഫ്ലെയിമിലൊക്കെ ഇട്ടാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും ബ്രെഡ് ക്രംസ് ആയതുകൊണ്ട്. നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ, നല്ല ഐസ്ക്രീമിൻ്റെ സ്മെല്ലൊക്കെ വരുന്നുണ്ട്. നമ്മൾ കഴിച്ചു നോക്കിയിട്ട് പറയാം എങ്ങനെ ഉണ്ടെന്ന് കേട്ടോ. അപ്പോൾ അത് മറിച്ചിട്ട് കൊടുക്കാം. ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് കൊടുക്കാം. നമുക്ക് രണ്ട് സൈഡും ഒരു ബ്രൗൺ കളറാവുന്ന സമയത്ത് നമുക്കത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. നമ്മുടെ പാൽപ്പൊരിച്ചതോടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. മധുരം ഇഷ്ടമുള്ളവർക്കൊക്കെ നല്ലൊരു ചോയ്സാണ്. അത് നമ്മൾ 1/4 കപ്പിലും കുറച്ചുകൂടി മധുരം ആവായിരുന്നു എനിക്കും തോന്നി. എനിക്ക് നല്ല മധുരം ഇഷ്ടമല്ല, പക്ഷേ എന്നാലും കുറച്ചും കൂടിയൊക്കെ മധുരം ആവായിരുന്നു തോന്നി. പിന്നെ ഞാൻ കുറച്ചും കൂടി മൈദയുടെ മിക്സ് ഉണ്ടാക്കിയിരുന്നു കേട്ടോ. കോട്ട് ചെയ്യാനും ഞാൻ നേരത്തെ ഉണ്ടാക്കിയ മൈദ തികഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ കുറച്ചും കൂടി മൈദയുടെ മിക്സ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നമ്മൾ കഴിക്കണത് നമ്മൾ അറിയേയില്ല. പിന്നെ എല്ലാവർക്കും ഇഷ്ടമായിക്കൊള്ളണമെന്നില്ല, കാരണം ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റുകളല്ലേ. എനിക്കിഷ്ടമായി. അപ്പോൾ മധുരം ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല സോഫ്റ്റാണ്, വായിൽ അലിഞ്ഞു പോകുന്ന ഒരു തരം ഡിഷാണ് കേട്ടോ. നമ്മൾ കഴിക്കണത് അറിയേയില്ല അത്ര തന്നെ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഇഷ്ടമായാൽ നമ്മളോടൊന്ന് കമൻറ്റിൽ എഴുതി അറിയിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഒരു അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ.